RP സനൂപുണ്ട് വിവരങ്ങൾ നൽകാനായി. സനൂപ്, സമീപകാലത്ത് ഉയർന്നു വന്ന വിഷയങ്ങളിലൊക്കെ MP ഗോവിന്ദൻ മറുപടി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ AK ബാലന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഒപ്പം ഒരു കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധത്തിന് കൂടി ഒരുങ്ങുന്നുണ്ട് LDF, അല്ലേ? രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും MP ഗോവിന്ദൻ ഇപ്പോ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഒന്ന്, ഈ പറയുന്ന പോലെ ഈ വർഗീയ ശക്തികളും അവർ പറയുന്ന കാര്യങ്ങൾ അത് ഈ നാടിന് ആപത്താണ്. അതുകൊണ്ട് രണ്ടിനെയും രണ്ടായിട്ട് തന്നെ തിരിച്ചറിയണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത്, ഒന്ന്, ഈ മതവിമർശനത്തെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ ഈ വർഗീയതയെ തുറന്നു കാണിക്കാനുള്ള ശ്രമിക്കുമ്പോൾ അത് മതത്തിനെതിരെയായിട്ടാണ് പറയുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളടക്കം വിമർശിക്കുന്നു. അത് വെറും മതവിമർശനമായിട്ട് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. എന്നാൽ ഇത് രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയേണ്ട സമയമായിട്ടുണ്ട്. RSSനെതിരെ പറയുമ്പോൾ അത് ഹിന്ദു മതത്തിനെതിരെ എന്ന് വ്യാഖ്യാനിക്കും. തൊട്ടപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ പറ്റി പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള പ്രചാരണമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇത് തുറന്നു കാട്ടണം. അതുകൊണ്ട് തന്നെ വർഗീയതയെ ഒറ്റപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധിയും ഗോഡ്സെയും രണ്ടും രണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെയാണ് മതവിശ്വാസവും വർഗീയതയും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് വേണം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസും BJPയും തമ്മിൽ സഖ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയതയും മതവിശ്വാസവും അത് വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. അന്ന് ജനകീയ മുന്നേറ്റമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് അതിനൊന്നും തന്നെ കേന്ദ്രം ഒരു പരിഹാരവും ഉണ്ടാക്കുന്നില്ല. ഇതിൽ ഈ കേരളം പ്രത്യേക നിയമം പാസ്സാക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ആ ബില്ലിൽ ഇതുവരെയായിട്ടും ഗവർണർ തീരുമാനമെടുത്തില്ല. രാഷ്ട്രപതിക്ക് അയക്കാതെ തടഞ്ഞു വെക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഇതിനോടൊപ്പമാണ് AK ബാലന്റെ പ്രസ്താവനയെ കുറിച്ചുള്ള ചോദ്യങ്ങളും MP ഗോവിന്ദനോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം ഈ AK ബാലനെ തള്ളാതെ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന് പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. വേണ്ടി വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുമെന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. മതരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം ഈ ഒരു പത്രസമ്മേളനം നടത്തിയെന്ന് നമുക്ക് പറയേണ്ടി വരും. അന്ന് ഈ പറയുന്ന ചെന്നിത്തല അടക്കം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു. VD സതീശൻ അതേ സഭയിലെ MLA ആയിരുന്നു. എന്നിട്ട് പോലും ഇവരുമായിട്ട് കൂട്ടുകൂടാൻ ഒരു മടിയും ഇല്ലാത്ത മുന്നണിയാണ് UDF എന്നാണ് അവരിപ്പോൾ പറയുന്നത്. ഇതിനെതിരെ ആരെങ്കിലും, അതായത് വർഗീയതയെ പറ്റി എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരെ എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെ എന്ന് വരുത്തിക്കാൻ ശ്രമിക്കുന്നു. ഇത് വിശ്വാസമായി കൂട്ടിക്കാണിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ മാറാട് വിഷയത്തിലടക്കം അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. AK ബാലൻ പറഞ്ഞ മാറാടുമായി ബന്ധപ്പെട്ട പ്രസ്താവന. പക്ഷെ അത് ഒന്ന് ബാലന്റെ അഭിപ്രായം പറഞ്ഞു. എന്നാൽ താൻ പറയുന്നതാണ് പാർട്ടി അഭിപ്രായം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും AK ബാലൻ പറഞ്ഞ ഒരു കാര്യങ്ങളും MP ഗോവിന്ദൻ തള്ളാൻ തയ്യാറാവുന്നില്ല. മാറാട് ആരും മറക്കേണ്ട വിഷയമല്ല, അത് മറക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത്. മതപരവും ജാതിയുമായിട്ടുള്ള വേർതിരിവ് ഇപ്പോൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ മാറാട് ആരും മറക്കണ്ട എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട്.